എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാഹിത്യ കേസ് ALPS വീഡിയോയിൽ പഠന സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കീരിയും പാമ്പും. ഒരിക്കൽ ഒരു പുരോഹിതൻ കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. ആ സമയം ഒരു മരച്ചൂട്ടിനിടയിൽ ഒരു കീരി ഉറങ്ങുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് ആ കീരിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പുരോഹിതൻ ആ കീരിയെ കയ്യിലെടുത്ത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഭാര്യയോട് ഇതിനെ നന്നായി നോക്കണമെന്ന് പറഞ്ഞു. തൻ്റെ കുഞ്ഞിനെ പോലെ നോക്കാമെന്ന് ഭാര്യ പുരോഹിതന് ഉറപ്പ് കൊടുത്തു. പുരോഹിതന്റെ ഭാര്യ കീരിയെ തൻ്റെ കുഞ്ഞിന്റെ അടുത്തു കടത്തി. പുരോഹിതന്റെ ഭാര്യ തൻ്റെ കുഞ്ഞിനെ നല്ല പോലെ നോക്കുമായിരുന്നു. കുറച്ചു മാസങ്ങൾക്കു ശേഷം കുഞ്ഞിനോടൊപ്പം തന്നെ കീരിയും വലുതായി. അവർ ഒരുമിച്ച് കളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. കീരി വലുതായപ്പോൾ പുരോഹിതന്റെ ഭാര്യയ്ക്ക് കീരി കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് പേടി തോന്നി. ഇക്കാര്യം പുരോഹിതനോട് പറഞ്ഞു. കീരി കുഞ്ഞിനെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് പുരോഹിതൻ ഭാര്യയെ സമാധാനിപ്പിച്ചു. ഒരു ദിവസം ഭാര്യയ്ക്ക് അത്യാവശ്യമായ ഒരിടത്തേക്ക് പോകേണ്ടി വന്നതിനാൽ പുരോഹിതനോട് കുഞ്ഞിനെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ ജോലിക്ക് പോയത്. പുരോഹിതന് അത്യാവശ്യമായ ജോലിയുള്ളത് കൊണ്ട് കുഞ്ഞിന്റെ അടുത്ത് ചെന്നപ്പോൾ കീരി കുഞ്ഞിനെ നല്ല പോലെ നോക്കുന്നുണ്ടായിരുന്നു. കീരി കുഞ്ഞിനെ നല്ല പോലെ നോക്കുമെന്ന് കരുതി പുരോഹിതൻ ജോലിക്ക് പോയി. കുറച്ചു സമയങ്ങൾക്കു ശേഷം അതുവഴി ഒരു പാമ്പ് വന്നു. പാമ്പിനെ കണ്ടതും കീരി കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലായി. പിന്നെ കീരി ഒന്നും നോക്കിയില്ല. ഒറ്റ ചാട്ടത്തിൽ പാമ്പിനെ കൊന്നു ചോര മുഴുവൻ ദേഹത്താക്കി. ജോലിയെല്ലാം കഴിഞ്ഞ് പുരോഹിതന്റെ ഭാര്യ വീട്ടിലേക്ക് വന്നപ്പോൾ ദേഹം മുഴുവൻ ചോരയായി നിൽക്കുന്ന കീരിയെ കണ്ട് ദേഷ്യം വന്നു. തന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന് തോന്നി തന്റെ കയ്യിലിരുന്ന കുടം കീരിയുടെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ സമയം തന്നെ താഴെ വീണ് കീരി മരിച്ചു. പുരോഹിതന്റെ ഭാര്യ അകത്തേക്ക് തന്നപ്പോൾ തന്റെ കുഞ്ഞ് സുഖമായി കിടന്നുറങ്ങുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പ് ചത്തു കിടക്കുന്നു. അപ്പോൾ തന്നെ പുരോഹിതന്റെ ഭാര്യയ്ക്ക് താൻ ചെയ്ത വലിയ തെറ്റെന്താണെന്ന് മനസ്സിലായി. കൂട്ടുകാരി, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഗുണപാഠം എന്താണ്? എടുത്തുചാട്ടം ആപത്ത്. താങ്ക് യു.